നമ്മളോട് 10 മണിക്കൂറോളം എൻ്റെ കൂടെ ഇന്ന് മൊഴിയെടുക്കുകയും തെളിവുകൾ കാണുകയും വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അവർ മൊഴിയെടുത്തുകൊണ്ട് അവർക്കെതിരെ ഇത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ഇന്നലെ FIR ഇട്ടത്. അപ്പം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇതിൽ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിന്റെ ലുക്ക് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് തന്നെയാണ് അവർ FIR ഇട്ടത്. വളരെ വേഗത്തിൽ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഈ ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഈ അവസരത്തിൽ ഞാൻ സർക്കാരിനോട് എടുത്തെടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്യം ഞങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർക്കൂടെ വന്ന എല്ലാവർക്കും സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. കാരണം അവര് നിയമം വളരെ സത്യസന്ധമായിട്ട് അവരെടുത്തു. അവിടെ ഈ കുറ്റം ചെയ്തവർ വമ്പനാണോ മുതലാളിയാണോ സെലിബ്രിറ്റി ആണോ അതൊന്നും അവർ നോക്കാതെ നിയമത്തിന്റെ സത്യസന്ധത അവർ നോക്കി കേസിട്ടതാണ്. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും ഇവിടെ ഉണ്ടാകാതെ തന്നെ അവര് വളരെ കൃത്യമായിട്ട് ഈ കേസെടുത്തതിൽ എനിക്ക് നീതി കിട്ടി. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. കാരണം 13 വർഷമാണ് ഞാൻ എന്റെ ഉള്ളിൽ നീതിക്കൊണ്ടത്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്ത് ആരും അത് അംഗീകരിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. ഇനി അതല്ല നമ്മളിനി എല്ലാവരോടും പറഞ്ഞാൽ ഇനി ഏത് രീതിയിൽ അത് തിരിച്ചടി ഉണ്ടാവും, നമ്മളെ ഉപദ്രവിക്കാൻ. നമ്മൾ ഒരുപക്ഷെ ഇങ്ങനത്തെ ഇത്രയും വലിയ ക്രൂരന്മാരായ ഈ മനുഷ്യര് നമ്മളെ ചിലപ്പോൾ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കും അതൊരവസ്ഥയായിരുന്നു. ആ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ ഇതിൽ എനിക്ക് മനസ്സിലായി നമ്മൾ സ്ത്രീകൾ സേഫാണ്. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും ഇന്ന് സർക്കാർ സ്ത്രീകളുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ FIR ഇട്ടതോടുകൂടി ആത്മവിശ്വാസം ഉണ്ടായത്. ഇത്രയും വർഷത്തിൽ ഞാൻ 2008 തൊട്ട് 2012 വരെയാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ഞാൻ അന്നും പ്രതികരിച്ചായിരുന്നു. അന്ന് കേരള കൗമുദി ഒരു ആർട്ടിക്കിളും ഇട്ടിരുന്നു. അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാളം ഫിലിം വിടുന്നു എന്നുള്ള ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ട് പോലും അന്ന് ആരും ഒരു ചെറുപേരിൽ പോലും അനക്കാനുള്ള ഒരു ആർജവം ആർക്കും ഉണ്ടായില്ല. എന്നെ ആരും വിളിച്ച് എന്താണ് മിനുവിനുണ്ടായ അബ്യൂസ് എന്ന് ചോദിക്കാൻ പോലും ആരും റെഡിയായിരുന്നില്ല. പക്ഷെ അന്നത്തെ ഒരു മീഡിയ അല്ല ഇന്നത്തെ മീഡിയ, അന്നത്തെ സർക്കാരുമല്ല ഇന്നത്തെ സർക്കാർ. അപ്പൊ അതുകൊണ്ട് അന്നെന്ന് വെച്ചാൽ ഭയങ്കര പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അന്ന് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് നീതി നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർ നിസ്സഹായരായിട്ട് ഹെൽപ്ലെസ് ആയിട്ട് അവർ ഇരകളോട് അവർക്ക് സഹതാപം തോന്നിയിരിക്കേണ്ട ഒരു അവസ്ഥ വരെ മേലുദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മേലുദ്യോഗസ്ഥർക്കും നിയമത്തിന്റെ ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അവർ പഠിച്ച അവരുടെ നിയമം അതിന്റെ രീതിയിൽ അവരൊന്ന് വളരെ സ്വതന്ത്രമായിട്ട് തന്നെ ഏത് IPC നമ്പർ വേണം എന്നുള്ള ഇടാനുള്ള ധൈര്യം എല്ലാവർക്കും കിട്ടി. അതുപോലെ തന്നെ സർക്കാരും അവർക്ക് എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയതെങ്കിലും അത് ഞങ്ങൾക്കെന്നല്ല, ഫിലിം ഫീൽഡെന്നല്ല, ഏത് ഫീൽഡിലായിക്കോട്ടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നീതി ലഭിക്കുന്ന രീതിയിലാണ് ഇന്ന് സർക്കാർ നമ്മളോട് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ലൊരു സമൂഹം, ഒരു ശുദ്ധികലാശമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉളവാക്കിയത്. അതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു രാത്രിയിലാണ് ഞാൻ ഇത് പോസ്റ്റ് ഇട്ടത്. ഞാൻ സ്വയം എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് മീഡിയ വീട്ടിൽ വന്ന്, അത്ര ആർജവത്തോടെ മീഡിയ അത്ര സത്യസന്ധമായ നീതിക്ക് വേണ്ടി അവര് ആരായാലും, കാരണം മീഡിയയ്ക്ക് ഇങ്ങനെ വമ്പന്മാരൊന്നുമില്ല, അവർ എപ്പോഴും നീതിയുടെ സൈഡാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനൽസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി കുറെ പേര് സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ യൂട്യൂബിൽ അങ്ങനെ കാശ്
കാശ് കിട്ടാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേര് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കെതിരെയും ആക്ഷൻ എടുക്കാമെന്ന് ഇന്നലെ DIG മാഡം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. റൈറ്റ്, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തുടരുക തന്നെയാണ്. നീതി ലഭിക്കണം എന്നാണ് ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാത്തത് കൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട താരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ്, കൊച്ചിയിൽ നിന്ന്